പക്ഷേ ഞാൻ ക്ലയന്റിന് വാക്ക് കൊടുത്തു ഇതൊന്ന് രാത്രി 11 മണിക്കാണ് തീർക്കണം. ഹായ് ബ്രോ, എന്തു പറ്റി? വർക്ക് പ്രഷറാണോ? ബ്രോയ്ക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നോക്കൂ ബ്രോ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ആക്ച്വലി അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിട്ട് വന്നേ. അവന് വർക്ക് പ്രഷറൊക്കെ ആയി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. പക്ഷെ എൻ്റെ പ്രോജക്റ്റ് ഇപ്പോഴും റണ്ണിങ് ആണ്. നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നോ പറയണം. അത് ദൈവം തമ്പുരാനൊന്നും നമുക്ക് വേണ്ടി പറയത്തില്ല, നമ്മൾ തന്നെ പറയണം. അപ്പോൾ ശരി ബ്രോ. ബ്രോ ഒരു മിനിറ്റ്, പേരെന്താ? കൃഷ്ണൻ, മഹേഷ് കൃഷ്ണൻ. ഇന്നുകൊണ്ട് ആ ടാസ്ക് തീരുമെന്ന് തോന്നുന്നില്ല. ഒന്നും കൂടെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. സാറിന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ക്ലയന്റിനോട് സംസാരിക്കാം. ഗണേഷേ, എന്താ മാനേജറിന്റെ അടുത്ത് പരിപാടി? കാണാതിരിക്കുകയായിരുന്നു. ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി സംസാരിക്കാൻ കയറിയതാ. പിന്നെ ആ 11 മണിയുടെ കോളിന് നീ തന്നെ കയറിയാൽ എനിക്ക് വിസയുടെ കുറച്ച് പേപ്പർ വർക്ക്സ്. ഇവന് ബാധവല്ലോ കേറിയ. എന്റെ പൊന്ന് ഗണേശ, എംപ്ലോയീസ് ലിസ്റ്റിൽ അങ്ങനെ ഒരു പേരില്ല. കൃഷ്ണൻ, മഹേഷ് കൃഷ്ണൻ. ഇനി ഞാനേ കണ്ടിട്ടുള്ളൂ. അവനും തോറ്റടാ. അതവൻ ആദ്യമായിട്ട് മാനേജറിന്റെ അടുത്ത് നോ പറഞ്ഞതിന്റെ. ഏതോ ഒരു മഹേഷ് കൃഷ്ണൻ അവനെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് ഏറ്റവും അവസാനം എംപ്ലോയീസ് ലിസ്റ്റ് നോക്കാൻ നേരത്ത് മഹേഷും ഇല്ല, കൃഷ്ണനും ഇല്ല. ഇത് അറിഞ്ഞതിന് ശേഷം അവൻ നന്ദനത്തിലെ നവ്യ നായരും കളിച്ചുകൊണ്ട് നടക്കുക. മഹേഷ് കൃഷ്ണൻ എന്നല്ലേ പറയുന്നത് പേര്? നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒരാളെ? ബ്രോ, നമ്മുടെ ഓഫീസല്ലേ? അതെ, ഞാൻ എറണാകുളം ബ്രാഞ്ചിലെ. പേര് മഹേഷ് കൃഷ്ണൻ. ഓക്കെ ഓക്കെ. ലാസ്റ്റ് ഉണ്ട് ഇവിടെ കൊണ്ടുവന്ന് ലാപ്പ് തരണമെന്ന് പറഞ്ഞു. ഓ, പേപ്പർ ഇട്ടായിരുന്നല്ലേ? മടുത്തു കേട്ടായി ജോലി. ഇനിയിപ്പോ എന്താ പ്ലാൻ? ഞാനിനി കുറച്ച് കൃഷിയൊക്കെ ആയിട്ട്. എന്തിന്റെ കൃഷി? അത് വിട്, അവൻ എങ്ങനെയും നോ പറഞ്ഞില്ലേ. ഇനി ഞാൻ എന്നാണോ ഒന്ന്. അണ്ണാ, നിങ്ങൾ ധൈര്യമായിട്ട് നോ പറയണ. ഭൂമിയൊന്നും കുലിക്കാൻ പോകുന്നില്ലല്ലേ? പേപ്പർ ഇട്ടല്ലേ? ഓ, എങ്ങനെ അറിയാം? മനസ്സിലായി.